ഹായ്, വെൽക്കം ബാക്ക് ടു അജയ് ബേബീസ് ക്രിയേറ്റീവ് വേൾഡ്. ഞാനിന്ന് തൃശ്ശിലേരിയാണുള്ളത്. തൃശ്ശിലേരി കതിർ സ്വാശ്രയ സംഘത്തിൻ്റെ കമ്പളനാട്ടി, അതായത് ഓഗസ്റ്റ് 8, 2025 അത് കൂടാൻ വേണ്ടി ഞാൻ വന്നതാണ്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. കാർഷിക സംസ്കൃതിയുടെ സമ്പന്നമായ പാരമ്പര്യം വിളിച്ചോതി തൃശ്ശിലേരിയിലെ കാക്കവയൽ പാടശേഖരത്ത് കതിർ സ്വാശ്രയ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന കമ്പളനാട്ടിയുടെ ദൃശ്യങ്ങൾ ഇന്ന് നമുക്ക് കാണാം. ഇവിടെ 9 ഏക്കറിൽ വയനാടൻ തൊണ്ടി, പാലക്കാടൻ മട്ട എന്നീ നെല്ലിനങ്ങളാണ് നടുന്നത്. വയനാട്ടിലെ തിരുനെല്ലി പഞ്ചായത്തിലെ തൃശ്ശിലേരി തിരുനെല്ലി ഭാഗത്തെ അടിയ വിഭാഗത്തിൽപ്പെടുന്ന ആദിവാസികൾ നാട്ടിപ്പണി സമയത്തു നടത്തുന്ന ഒരു ആഘോഷമാണ് കമ്പളനാട്ടി. വിസ്തൃതമായ വയലേലകളിൽ ഒരുമിച്ചും വേഗത്തിലും കൃഷി തീർക്കാനും അധ്വാനഭാരം കുറയ്ക്കാനും കമ്പളനാട്ടി സഹായിക്കുന്നു. കമ്പളനാട്ടിക്ക് മുന്നോടിയായി വയലുകളിൽ പണിയെടുക്കുന്നവർക്ക് ഐശ്വര്യ സമൃദ്ധി ലഭിക്കുമെന്ന വിശ്വാസത്തിൻ്റെ ഭാഗമായി ഭൂമി പൂജയും നടത്തുന്നു. കാർഷിക സമൃദ്ധിയുടെ ഉത്സവമാണ് കമ്പളനാട്ടി ആഘോഷം. ಎಂಗಡ ಬಿಡನೆ ಕಾಪ ನಿಂಗ തന്നെ ആയിക്കോണു ഇച്ചിരാപ്പുറത്ത് അച്ഛനപ്പറേ നിങ്ങൾക്കേക്കും നമ്മളെ അധ്വാനഭാരം കുറക്കാനും കമ്പളം എന്ന് വെച്ചാൽ നമുക്ക് അതൊരു ഉത്സവം പോലെയാണ്. ലാസ്റ്റ് നാട്ടിൽ തീരുന്ന ദിവസം ഒരു ഉത്സവം പോലെ നമ്മൾ പണ്ടേ പൂർവികന്മാരൊക്കെ പണ്ട് നടത്തുമായിരുന്നു. ഇപ്പോൾ അത് അന്യം നിന്ന് വരുന്ന ഒരു പ്രവണതയാണ്. അത് നമ്മൾ പിന്നെ ഇപ്പോൾ ഉള്ള നമുക്ക് പണ്ടത്തെ പോലെ ഒന്നും അറിയില്ല, എന്നാൽ അറിയുന്നത് ചെയ്തു വെക്കുന്നു മാത്രം. അതായത് പക്ഷിക്കോ പന്നിക്കോ അങ്ങനെയുള്ള കിളികൾക്ക് ആർക്കൊന്നും കൊടുക്കാതെ നമ്മുടെ കൃഷിനെ നമ്മൾ അവർ സംരക്ഷിക്കട്ടെ. നമുക്കിപ്പോൾ എല്ലാ ദിവസവും എത്താൻ പറ്റില്ല, അവർക്ക് എതിരെയും നടക്കാൻ പറ്റും. അവർ സംരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോടെ ചെയ്യുന്നൊരു പരിപാടി. ആചാരത്തിൻ്റെ ഭാഗമായി തുടിയുടെയും കുഴൽവിളിയുടെയും സഹായത്തോടെ വയലേലകളിൽ നൃത്തമാടി ഞാറ് നടുന്നു. തൃശ്ശിലേരിയിലെ കതിർ സ്വാശ്രയ സംഘം തനതു കലാരൂപമായ കമ്പളനാട്ടിയാണ് ഇന്ന് ഇവിടെ ആഘോഷിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ പ്രദേശത്തെ വളരെ തലമുതിർന്ന 2 കർഷകരെയും കൂടി ഈ കതിർ സ്വാശ്രയ സംഘം ആദരിക്കുന്നുണ്ട്. അത് ആദരിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജനകീയനായ മെമ്പർ സിജിത്തും അതുപോലെ തന്നെ ഈ വാർഡിലെ മെമ്പറായ ജയ, ഇവർ രണ്ടാണ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആദരിക്കേണ്ട കർഷകരും മുഹമ്മദ് ഖ നമുക്കറിയാം, അതുപോലെ തന്നെ സുകുമാരേട്ടനും ഈ 2 കൃഷിക്കാരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ ആദരിക്കുന്ന ചടങ്ങിൽ നമ്മുടെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ സിജിത്തിനെയും അതുപോലെ തന്നെ ജയയെയും ക്ഷണിക്കുന്നതോടൊപ്പം ഇവിടെ എത്തിയ എല്ലാ നാട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നുണ്ട്. പണ്ടുകാലത്ത് സാമ്പത്തികമായി ഉള്ളവരും ഇല്ലാത്തവരുമായ കർഷകർ ഉണ്ടായിരുന്നു. അവരെ സഹായിക്കാനായി ഒരു ജോയിന്റ് കൃഷി നടത്തുന്ന സമ്പ്രദായമാണ് കമ്പളനാട്ടി. ഇത് നടത്തുന്നവർക്ക് പ്രത്യേക കൂലിയും തോർത്ത് മുതലായ വസ്ത്രങ്ങളും നൽകേണ്ടതുണ്ട്. അതിന് പ്രത്യേകം കണക്കുകളൊക്കെ ഉണ്ട്. ഒരു കൂട്ടം സ്ത്രീകൾ ഞാറ് നടുകയും പുരുഷന്മാർ പാടവരമ്പത്ത് താളത്തോടെ തുടികൊട്ടുകയും കുഴൽ വിളിക്കുകയും ചെയ്യുമ്പോൾ സ്ത്രീകൾ പാട്ടുപാടി താളത്തിനൊപ്പം നൃത്തച്ചുവടോടെ ഞാറ് നടുന്നു. തുടി താളവും
നൃത്തച്ചുവടുമായി അതിവേഗത്തിൽ കമ്പള നാട്ടി നടക്കുമ്പോൾ പരമാവധി ഒറ്റ ദിവസം കൊണ്ട് ഞാറുനടിയിൽ കഴിയുമെന്നത് കമ്പളനാട്ടിയുടെ ഒരു ഗുണമാണ്. ഇപ്പോൾ അധിക സ്ഥലത്തും അതിഥി തൊഴിലാളികളായ പുരുഷന്മാരാണ് ഞാറു നടുന്നത്. ഇവിടെ അതിഥി തൊഴിലാളികൾ ഉണ്ടെങ്കിലും കമ്പളനാട്ടിയുടെ തനിമ നഷ്ടപ്പെടാതെ നടത്തുന്നു എന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. ഈ പ്രദേശത്തെ സർക്കാർ ഉദ്യോഗസ്ഥർ കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഒറ്റക്കെട്ടായി വന്ന് കമ്പളനാട്ടിയെ ഒരു ഉത്സവമായി ആഘോഷിക്കുന്ന കാഴ്ച ഏറെ പ്രശംസനീയമാണ്. പാട്ടും ആട്ടവുമായി നടത്തുന്ന കമ്പളനാട്ടിയിൽ കുട്ടികളും നാട്ടുകാരും ചേരുമ്പോൾ കാർഷിക പെരുമയുടെ ആഘോഷമാകുന്നു. ഇവർ ആട്ടവും പാട്ടുമായി ഞാറു നടുന്നത് കണ്ടപ്പോൾ എനിക്കും ഇവരുടെ കൂടെ ഇറങ്ങി ഞാറു നടണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഈ ചടങ്ങ് അറിഞ്ഞ് വരേണ്ടി വന്നതുകൊണ്ട് ഒരേ സമയം 2 ക്യാമറ ഉപയോഗിച്ച് ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്യുന്നതിനാൽ എനിക്ക് നടീലിൽ പങ്കാളിയാവാൻ കഴിഞ്ഞില്ല.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി ഞാൻ വരും. അതുവരേക്കും ബൈ.